ബിഗ് ബോസ് താരവും ബിഗ് ബോസ് സീസൺ 6 ടൈറ്റിൽ വിന്നറുമായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ജിൻഡോയെ മോഷണ കേസ് മോഷണ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് ഈ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഒരു മികച്ച മൈരനാണെന്നുള്ളത്. അപ്പോഴും ജിൻഡോനെ സ്നേഹിക്കുന്നവർ, ജിൻഡോനെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ജിൻഡോയോട് കുശുമ്പാണ് എന്നുള്ളത്. കുശുമ്പല്ല മക്കളെ, ഞാനിവിടെ അത്യാവശ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരുത്തനാണ്. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവൻ തെമ്മാടിയാണ്, ഇവൻ ചെറ്റയാണ്, ഇവൻ കള്ളനാണ്, ഇവൻ പരട്ടയാണെന്ന് ഞാൻ അവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി അത് വിശ്വസിക്കാതെ ഇപ്പോഴും കുറേ ആളുകൾ സൊസൈറ്റിയിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പറയാനുള്ളൂ. ജിമ്മിൽ കയറി മോഷണം നടത്തി ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ന്യൂസ് പ്ലേ ചെയ്യട്ടെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വെണ്ണലയിലുള്ള ജിൻഡോസ് ബോഡി ക്രാഫ്റ്റിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട സ്ഥാപനമാണെങ്കിൽ പോലും അത് ജിൻഡോ ആലുവ സ്വദേശിക്ക് 1 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ്. ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത്. നേരത്തെ ഈ ലീസിനെടുത്ത ആളുകളും ജിൻഡോയും തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഈ പരാതിക്കാരി നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജിൻഡോ ഇവരുടെ ജിമ്മിലേക്ക് കയറി അവിടെ നിന്ന് CCTVയും അതോടൊപ്പം തന്നെ 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ജിമ്മ് നടത്തുന്ന ആളുകൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഷണം എന്താണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വെണ്ണലയിലുള്ള ജിൻഡോസ് ബോഡി ക്രാഫ്റ്റിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട സ്ഥാപനമാണെങ്കിൽ പോലും അത് ജിൻഡോ ആലുവ സ്വദേശിക്ക് 1 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ്. ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത്. നേരത്തെ ഈ ലീസിനെടുത്ത ആളുകളും ജിൻഡോയും തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഈ പരാതിക്കാരി നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജിൻഡോ ഇവരുടെ ജിമ്മിലേക്ക് കയറി അവിടെ നിന്ന് CCTVയും അതോടൊപ്പം തന്നെ 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ജിമ്മ് നടത്തുന്ന ആളുകൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് ജിൻഡോക്കെതിരെ ഇപ്പോൾ മോഷണ വകുപ്പ് അടക്കം ചുമത്തി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെയും ജിൻഡോക്കെതിരെ നിരവധി കേസുകളും ആരോപണങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ജിൻഡോയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മോഷണ കേസ് കൂടി വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ഇനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ കേസ് വന്ന വഴി ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? അതായത് ഇവനെതിരെ ഒരു സ്ത്രീ പരാതിപ്പെട്ടിരുന്നു. ആ സ്ത്രീ ഈ ജിമ്മ് നടത്തുന്ന സ്ത്രീയാണ്. ഓക്കെ, അവരെ വളരെ ഫിസിക്കലി വളരെ മോശമായ രീതിയിൽ ഇവൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ജിമ്മ് കയറിയിട്ട്. ആ ജിമ്മ് അവർ ലീസിനെടുത്തതാണ്. ഇവൻ്റെ കയ്യിൽ നിന്നാണ് ലീസിനെടുത്തത്. ഇപ്പോൾ ലീസിനെടുത്തതിന് ശേഷം ഇപ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ ആ വാടകക്കാർ പൈസ പേ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കാണ്. പിന്നെ എന്തെങ്കിലും ഒരു ടേംസോ കണ്ടീഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറണ്ട് ബില്ല് ഇയാൾ അടയ്ക്കേണ്ടി വരും, ഓണർ അടയ്ക്കേണ്ടി വരും. അങ്ങനത്തെ ചില സാധനങ്ങൾ കാണാം. ഇപ്പോൾ ഒരു സ്ഥാപനം ലീസിൽ കൊടുത്താലോ വാടകയ്ക്ക് കൊടുത്താലോ ചിലപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ് ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ടേംസ് അതിനകത്ത് ഉണ്ടാവും. പക്ഷേ എന്ത് ടേംസിൻ്റെ മുകളിലാണെങ്കിലും എന്ത് കാര്യത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഒരാൾക്കൊരു സ്ഥാപനം നടത്താൻ കൊടുക്കും. ആ നടത്താൻ എടുത്ത ആൾക്ക് അയാളുടെ ഇഷ്ടത്തിന് ആ സ്ഥാപനം നടത്താം. അത് വൃത്തിയായിട്ട് ആ സ്ഥാപനം പോകുന്ന സമയത്ത് ഇവൻ്റെ പിഴപ്പ് കെട്ട പരിപാടികൾ ആ ജിമ്മിൽ കൊണ്ടുവന്ന് ഞാൻ പേരുകളൊന്നും ആദ്യം പറയുന്നില്ല, പല ആളുകളെയും വിളിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് പിഴപ്പുകേട് കാണിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ മാന്യമായിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ജിമ്മ് ദുരവസ്ഥയിൽ കടന്നൊരു സാധനം ഇവരധ്വാനിച്ച് അതിനെ നല്ല രീതിയിലേക്ക് സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയാണ്. ഒളിഞ്ഞു കടന്നൊരു സ്ഥാപനത്തിനെ കൊണ്ടുവന്ന് അവർ പൊക്കിക്കൊണ്ടുവരുമ്പോൾ അത് പൊങ്ങി വരുമ്പോൾ ഇത് ലീസിന് കൊടുത്താന്നൊന്നും നോക്കാതെ ഇവൻ അതിൻ്റെ അകത്തും അല്ലെങ്കിൽ അത് ചുറ്റിപ്പറ്റിയിട്ടും കുറേ പിഴപ്പുകേട് കാണിച്ചപ്പോൾ ഇവരത് ചോദ്യം ചെയ്ത് ഇവനെങ്ങനെ ഭീഷണിയുടെ സ്വരമാണ്. ഇവൻ പണ്ട് ഇന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവൻ വൻ ഗുണ്ടാ സെറ്റപ്പാണ്, ഇവൻ എന്തോ വലിയ മറ്റതാണ്, ഇവൻ പള്ളക്ക് കത്തി കയറ്റുന്ന ടീമാണ്, ആന ചേന കുറേ മാട സാധനങ്ങൾ, എൻ്റെ സ്ഥിരം പൂച്ചാണ്ടി
അനാഥരല്ല ഗുണ്ടകളാണെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതേ സാധനം അവരെടുത്ത് അടിച്ചു. അവർ കുറച്ച് പാവങ്ങളായതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി വരട്ടി അതിനുശേഷം എന്ത് ചെയ്തു, ജിമ്മിൽ കയറി ആ സ്ത്രീയെ ആക്രമിച്ചു. പിന്നെ അത് മാത്രമല്ല, പറയാൻ പാടില്ലാത്ത രീതിയിൽ ആ സ്ത്രീയുടെ അടുത്ത് അപ്രോച്ച് നടത്തി ഈ പന്നൻ. എന്നിട്ട് അവർ പോയിട്ട് കേസ് കൊടുത്തത്. എന്നിട്ട് പോലും എന്ത് സംഭവിച്ചു ഇവിടെ? പോലീസുകാർ ഇവനെ വിളിക്കുമ്പോൾ ഇവനെ ഹാജരാവില്ല. ഇവൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുത്ത് ഇവൻ നടക്കും. ഇന്നാ ഈ നാട്ടിലുള്ള എല്ലാ പ്രോഗ്രാമിനും ഇവനെ കാണും. ഈ വേടനെ പറഞ്ഞ കൂട്ടത്തിലാ. ഇവനെല്ലായിടത്തും എല്ലാവരും കാണുന്നുണ്ട്. ഇവൻ എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവൻ ഫോട്ടോ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ പോലീസുകാർക്ക് ഇവനെ പിടിക്കാൻ കിട്ടുന്നില്ല. അതൊരു മികച്ച ഇതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നാണെങ്കിലും ഇവൻ ആ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം. ആ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കേസിൽ കൃത്യമായിട്ട് കോടതിയും പോലീസും പറയുന്നുണ്ട് ഇവന് ഈ ലീസിന് കൊടുത്ത സ്ഥാപനത്തിൽ കയറാൻ പാടില്ല. ആ സ്ഥാപനത്തിൽ വെച്ചാണ് ആ സ്ത്രീയോട് മോശമായിട്ട് ഇവൻ പെരുമാറി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവൻ ആ ജിമ്മിൽ കയറാൻ പാടില്ല എന്നുള്ള ക്ലോസ് ഉള്ള സ്ഥലത്താണ് ഇവൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ജിമ്മിക്ക് അതിക്രമിച്ച് കയറിയിട്ടുള്ളത്. അതും ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടാവും, കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടു കുറെ ആൾക്കാർ വന്നിട്ട് അവന്റെ ജിമ്മല്ലേ, അവൻ നടത്താൻ കൊടുത്ത ജിമ്മല്ലേ, പാർട്ട്നേഴ്സ് അല്ലേ. അങ്ങനെ ഒരു പാർട്ട്ണറോ ജിമ്മ് നടത്താൻ കൊടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പകൽ വെളിച്ചത്തിൽ വരും. മനസ്സിലായോ? നട്ടപ്പാതിര 2:30 കള്ളന്മാരെ പോലെ കക്കാൻ കയറിയിട്ടല്ല അവിടുന്ന് എന്തെങ്കിലും എടുക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും ഒരു ക്യാഷ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർ കൂടി അറിയണം. ഇത് പാർട്ട്ണറും അല്ല, ലീസിന് കൊടുത്തതാണ്. ഇനി എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ അവർ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യേണ്ടത് നട്ടപ്പാതിര അല്ലെങ്കിൽ പുലർച്ചെ 2 മണിക്ക് കയറിയിട്ട് കള്ളന്മാരെ പോലെ കട്ടിട്ടല്ല. കള്ളന്മാരെ പോലെ അല്ല, കള്ളൻ, കാട്ട് കള്ളൻ. ഇവൻ കയറുന്ന ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്ക്. ആദ്യം ഈ ജിമ്മിലേക്ക് കയറിയ സമയത്ത് ഇവൻ CCTV ക്യാമറ പ്രതീക്ഷിച്ചില്ല. ഇവൻ എന്ത് ചെയ്തു, നൈസായിട്ട് CCTV ക്യാമറ കാണാതെ കയറി. കണ്ടതിന് ശേഷം അന്തം വിട്ടു. ഇനിയിപ്പോൾ നിങ്ങൾ പറയും കക്കാനുള്ള ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എന്തിനാ അവൻ എഴഞ്ഞ് വന്നത്? ആ ജിമ്മിക്ക് കയറിയ സമയത്ത് തന്നെ CCTV ക്യാമറ ഉണ്ട്, മൈൻഡ് ചെയ്യണില്ല. കാരണം എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ ജിമ്മാന്ന് പറഞ്ഞിട്ട് അവനവിടെ പോയി തിരിച്ചു വന്നിട്ട് അവന് സാധനം എടുത്ത് പോയാൽ പോരെ. അപ്പം അതല്ല ഇൻറ്റൻഷൻ, കളവ് തന്നെയാണെന്നുള്ളത് ആ ബോഡി ലാംഗ്വേജിൽ വ്യക്തമാണ്. ജിമ്മിൽ കയറുന്നു, ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെ CCTV ക്യാമറ കണ്ടതോടുകൂടി പെട്ടല്ലോ. എന്നാൽ പിന്നെ CCTV ക്യാമറ ഡിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നുഴഞ്ഞു ഉള്ളിൽ കൂടി കയറിയിട്ട് 10,000 രൂപ. എൻ്റെ പൊന്നാര ജിൻഡോ, സംഗതി എനിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഇനി എന്നെ കൈ കിട്ടിയ പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട്. ഉള്ള കാര്യം പറയാലോ, അത്രയും പഴപ്പേടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും ദാരിദ്ര്യാവസ്ഥയിലാന്ന് പറഞ്ഞാൽ 10,000 രൂപ ഞാനാണ് കിട്ടുന്നത്. ഇത് 10,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതുകൊണ്ട് ശത്രുവിന് കൊടുത്തോണ്ടിരിക്കില്ല, സീനൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ആ ഷോയിൽ പോയി നമുക്കൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ അറിയോ, ഇതുകൊണ്ടുള്ള ചീത്തപ്പേര്. കമന്റ് ബോക്സ് നിങ്ങൾ വായിച്ചു നോക്കുക. ആ ഷോക്കെതിരെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നാട്ടുകാരോട് നിങ്ങൾ ഈ ഷോക്കെതിരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്താ എങ്ങനെയാന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കിയില്ല, തിരിച്ചറിയില്ല. ഓക്കെ, ഞാൻ നിങ്ങളെയും കുറ്റം പറയുന്നില്ല, ഷോനെയും കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവനെ ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നിരന്തരമായിട്ട് നമ്മൾ വന്ന് പറയുന്നുണ്ട് ഇവൻ സ്ത്രീകളുടെ അടുത്ത് നടത്തുന്ന ഒരു അപ്രോച്ച്, ആ ഒരു മോഡസ്. നിരവധി സ്ത്രീകൾ ഇവന്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും മോശമായ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പുറത്ത് വന്ന് പറയാനുള്ള പേടി എന്താ പറയുക, സൊസൈറ്റി ഇതേപോലെ കമന്റ് ബോക്സിൽ ആ വന്ന് പറയുന്ന സ്ത്രീയെ മോശക്കാരിയാക്കും. ഇപ്പൊ ഇന്നൊരു മോഷണം നടത്തി. ഈ മോഷണം നടത്തുന്നതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഷോനെ കുറ്റം പറയുന്നു, ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നു. നിങ്ങൾ ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഈ 6-7 ഇപ്പൊ 7ാമത്തെ സീസൺ നടക്കണുള്ളൂ. 6 സീസൺ കഴിഞ്ഞിറങ്ങിയാൽ എത്ര പേർക്കെതിരെ എന്തൊക്കെ കേസുകളുണ്ട്? ഇതൊരൊറ്റ ഒരുത്തനെതിരെ പെണ്ണ് കേസ്, ലഹരി കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൽ, ഇപ്പൊ മോഷണ കേസ്, എന്തൊക്കെ കേസുണ്ട് ഇവന്റെ എതിരെ? നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവൻ ആസ് എൻ ഇൻഡിവിജ്വൽ മഹാപിഴയാണ്, ഭൂലോക പിഴ. അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇവനോടുള്ള പ്രശ്നം കൊണ്ടല്ല. ഞാൻ പറഞ്ഞ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുള്ള ഒരു മനുഷ്യനായ നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റിയോട്. അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്ന റെസ്പെക്റ്റ് ആണ്. ഇവനതില്ല. ഇവൻ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് വിന്നറായി ഫെയിം ആയി ഇനി എന്ത് പഴപ്പേടും കാണിക്കാന്ന് പറഞ്ഞ് നടക്കുന്ന ജീവിക്കുന്ന ഒരുത്തൻ ജിമ്മിൽ കയറി 10,000 രൂപ. ഇതിവൻ 10,000 രൂപ കക്കാൻ വേണ്ടി കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വക്കീൽ പറഞ്ഞു കൊടുത്ത കുരുട്ട് ബുദ്ധി. കാരണം ജാമ്യം കിട്ടി. ഇനി അവിടെ ഹാർഡ് ഡിസ്കിൽ എങ്ങാണ്ട് ഇവൻ ആദ്യം വന്ന കേസിൽ അവിടെ കയറി ആ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ എന്തെങ്കിലും ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം. കാരണം ഇതിൽ CCTV ടാമ്പർ ചെയ്തു എന്നുള്ളൊരു കേസിന്റെ ഒരു ഭാഗം കൂടി ഈ FIR ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവന്റെ ഇന്റൻഷൻ അതായിരിക്കും. മനസ്സിലായി? അല്ലെങ്കിൽ കണക്കെടുക്കാൻ, അതായത് ഈ വരുന്ന ഒക്ടോബറോ നവംബറിലോ എങ്ങാണ്ടാണ് ഇവർ തമ്മിലുള്ള ലീസ് തീരുന്നത്. അപ്പൊ അതിന്റെ മുന്നേ കണക്കെടുത്ത് നോക്കാൻ, അല്ലെങ്കിൽ കണക്ക് ബുക്ക് എടുത്ത് കളഞ്ഞിട്ട് ഇവന് ഇഷ്ടമുള്ള പൈസ മേടിക്കാമല്ലോ അവരെ നിന്ന്. പല ഇന്റൻഷനും പറയും, പല കഥയും പറയും. ഇവന്റെ ഏറ്റവും മെയിൻ USP അതാണ്. കഥ പറയാനും
കഥ പറഞ്ഞ് ഫലിപ്പിക്കാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും ഇവൻ ബെസ്റ്റാ. ഇവൻ എന്താ പറയുക, റിയൽ ലൈഫ് കൺവിൻസിങ് സ്റ്റാറാണ് അവൻ. അവൻ കൺവിൻസ് ചെയ്യും, അതാണ് ഇവൻ്റെ മെയിൻ. ആ പരിപാടി അവൻ കാണിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇനിയും പറയുന്നു, ഇനിയും ഇത് വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് മുന്നോട്ട് പോവാം. ഇപ്പോൾ ഒരു കോയിന് 2 വശമുണ്ടെന്ന് ചിന്തിക്കാം. ഞാൻ ഈ 2 വശവും കണ്ടു അറിഞ്ഞും തൊട്ടും ചെയ്തിട്ടാണ് ഇവൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എനിക്കറിയാം ഈ 2 വശവും. ഇവനോടൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ പറയുന്ന പിഴച്ച നുണകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവനെന്താ പറയുക, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനുള്ള കഴിവുകളുണ്ട്. അത്രയും നുണ പറയാൻ അവന് കഴിവുണ്ട്. അത്രയും നുണ പറയണോ ഈ കള്ളത്തരം. നാളെ ഇവിടെ കയറി സ്വന്തം സ്ഥാപനത്തിൽ ഇനിയിപ്പോൾ ഇവന് പറയാനുള്ളതായിരിക്കും, ഞാൻ സ്വന്തം സ്ഥാപനത്തിൽ കള്ളനെ പോലെയാണ് കയറുക. സ്വന്തം സ്ഥാപനത്തിൽ പോകരുത് എന്നുള്ളതുണ്ട്. ഇതിനെതിരെയുള്ള കേസിനകത്ത് മെയിനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യം സ്വന്തം സ്ഥാപനത്തിൽ കയറാൻ പാടില്ല ഒക്ടോബർ വരെ എന്ന്. അപ്പം നിങ്ങൾ പറയും പൊട്ടനായതുകൊണ്ട് കയറിയതല്ലേ, പൊട്ടനും മണ്ടനായതുകൊണ്ടൊന്നും അല്ല കയറിയുള്ളത്. മനസ്സിലായില്ല? അതൊന്നും അല്ല സീൻ. ഇവൻ പൊട്ടനും അല്ല മണ്ടനും അല്ല. പക്ഷെ ഇവന് പറ്റിപ്പോയത് എന്താ അറിയോ, ഇവന് വക്കീലോ ഇവൻ്റെ ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയല്ലോ, ഇനി സീനില്ലല്ലോ, മുൻകൂർ ജാമ്യം കിട്ടിയോണ്ട് എനിക്ക് എന്തും ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഞാൻ പറയില്ല അതിൻ്റെ പുറത്ത് കയറിപ്പോയതാവാനുള്ള ചാൻസും ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇവൻ ഫ്രോഡാണ്, കള്ളനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മതി. ഇനി മനസ്സിലാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിലും വഴിയെ നിങ്ങൾക്ക് ഇവന് കയ്യിലിരിപ്പ് ഇതൊക്കെ തന്നെയാണ്. ചൊട്ടയിലെ ശീലം ചൊടല വരെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഇതൊന്നും മറച്ചു വെച്ച് ജീവിക്കാനൊന്നും ഇവനെ കൊണ്ട് പറ്റില്ല. ഇവൻ ഈ ബിഗ് ബോസ് വിന്നർ എന്നല്ല, ഇവൻ ഇനി ഓസ്കാർ അവാർഡ് അഭിനയിച്ച് കിട്ടിയാലും ഇവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇവൻ്റെ ഈ ചീഞ്ഞ സാധനങ്ങൾ ബിഗ് ബോസ് ഹൗസിന് അകത്ത് കണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കിട്ടിയ ഒരു വ്യൂ പോയിന്റ് മേ ബി ഡിഫറെൻ്റ് ആയിരിക്കും. അത് ചാനലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അവർ എഡിറ്റ് ചെയ്യുന്നതും എങ്ങനെയാണോ ടെലികാസ്റ്റ് ചെയ്യുന്ന ആ രീതിക്കാണ്. ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കാണില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസുകൾ ഒരുപോലെ പറയുമ്പോൾ ഇനിയും പലരും പറയുന്നില്ല, നമ്മൾ പറയുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവരും പറയും. ഇതന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഇവനെ കുറിച്ച് പറയാനുള്ളത്. അവിടെ ഇതേ മാനിപ്പുലേഷനും ഇതേ കള്ളത്തരവും ഇതേ പരിപാടിയൊക്കെ ചെയ്തൊരുത്തരാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് പുറത്ത് വരാത്തതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായില്ല എന്നുള്ളൂ. ഞാൻ നാട്ടുകാരെ കുറ്റം പറയല്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയുന്നില്ല, അവിടെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് റിയാലിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലോ. ഇപ്പം ഞാൻ BB കഴിഞ്ഞിറങ്ങിയ ഒരാളാണ്, എനിക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ? ഇതിന് മുമ്പുണ്ടോ? BB കഴിഞ്ഞിറങ്ങിയ എത്ര പേർക്ക് എതിരെ? ഞാൻ പറഞ്ഞു വിരലിൽ എണ്ണാവുന്നവർക്കെതിരെയല്ലേ കേസുകളുള്ളൂ, പല ആരോപണങ്ങളും കേസുകളും ഉള്ളത്. ഇത് ആ കൂട്ടത്തിൽ ഏറ്റവും മുഴുത്തവൻ. മനസ്സിലായോ? കഷ്ടം തന്നെയാണ് ഇങ്ങനെ ഒരുത്തൻ.